ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെക്കേഷൻ ട്രിപ്പിലെ രണ്ടാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത എല്ലാവരുമായി ഒന്ന് മറക്കാതെ ഒന്ന് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിതാ രാവിലെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എണീക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് പോകണത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഉപ്പച്ചിയും കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞ ശേഷം എന്താ ഞങ്ങളെല്ലാവരും റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ. ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാം. ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും കുറച്ചൊക്കെ എടുത്ത് നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. കപ്പ് കേക്കുകളായാലും അതൊക്കെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായി. കുട്ടികളൊക്കെ കഴിച്ചു അതെല്ലാം. ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ നേരെ റൂമിൽ പോയിട്ട് അടുത്തത് പോകുന്ന പൂളിലോട്ടാണ് കേട്ടോ. പൂളിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ മാറ്റിക്കഴിഞ്ഞ ശേഷം നമ്മളിതാ പൂളിൽ പോവാണ്. ഇനി സെക്കൻഡ് ഫ്ലോറിലായിരുന്നു കേട്ടോ പൂള് വരുന്നത്. പൂള് കണ്ടാൽ പിന്നെ വെള്ളത്തിൽ കളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് രണ്ടാൾക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വയസ്സിലൊക്കെ 2 കുട്ടികളെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പച്ചിനെ കിട്ടുന്നത് ഇങ്ങനെ ട്രിപ്പൊക്കെ വരുമ്പോഴായിരിക്കും. അല്ലാതെ ആൾ ഷോപ്പിൽ പോകുന്നതുകൊണ്ട് അധികം കിട്ടാറില്ല. അങ്ങനെ കുറേ നേരം പൂളിൽ കളിച്ച ശേഷം ഞങ്ങൾ റൂമിൽ പോയ ശേഷം അവർ ഫുള്ള് വെള്ളത്തിൽ തന്നെ കളിക്കുമായിരുന്നു കേട്ടോ. ഉപ്പച്ചിനെ മാക്സിമം അവർ പിടിച്ച് നിർത്തി ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പച്ചിൻ്റെ ഒപ്പം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റെഡിയായി. അടുത്ത പരിപാടി നമ്മൾ ഈ റൂം ഒഴിഞ്ഞു കൊടുക്കലാണ് കേട്ടോ. റൂം വെക്കേറ്റ് ആവേണ്ട സമയമായി. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി. അപ്പോൾ ഇനി നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. നമ്മളിവിടെയാണ് 1 ഡേ നമ്മൾ സ്പെൻഡ് ചെയ്ത് മൊത്തം ഈ റൂമിലായിരുന്നു. നമ്മൾ മെട്രോൻ്റെ വ്യൂവും എല്ലാം കണ്ട് ലുലു മാളൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലുലുവിൽ പോയി നമുക്കൊരു മിസ്റ്റേക്ക് എന്നല്ല, വലിയൊരു മിസ്സിങ് ആണ് കേട്ടോ സംഭവിച്ചത്. ലുലു ഫാഷൻ വീക്കിൽ നമ്മൾ ഡയറക്റ്റ് ലുലു എൻട്രി ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഫാഷൻ വീക്ക് കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരുപാട് ആക്ടേഴ്സും സെലിബ്രിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് മിസ്സായിട്ടോ. വീട്ടിൽ വന്ന് നമ്മൾ റീൽസ് ഫോൺ ഒഴിഞ്ഞ് നോക്കുമ്പോഴാണ് അവിടുത്തെ ഓരോ റീൽസ് ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് എല്ലാം മിസ്സായെന്ന് മനസ്സിലായത്. ഒത്തിരി ആക്ടേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. വെറുതെ എല്ലാം അവിടെ എത്ര തിരക്കുന്ന എനിക്ക് ഇപ്പോഴാണ് അവിടെ മനസ്സിലായത്. അതെന്തായാലും മിസ്സായി. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളിനി അടുത്ത് പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഉച്ചയായി നമ്മൾ ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫേമസ് ആയ ഒരു കടയിലോട്ടാണ് കേട്ടോ നമ്മളിനി പോകുന്നത്. ആ ഭാഗത്തേക്കുള്ള റൂട്ടമ്പെല്ലാം അടിപൊളിയുണ്ടായിരുന്നു. ആ ഫ്ലാറ്റിൻ്റെയൊക്കെ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു കായലാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നിടത്തുള്ള തിരക്ക് നിങ്ങളെ കണ്ട് ശരിക്കും നട്ടു കേട്ടോ. അത്ര തിരക്കുണ്ടായിരുന്നു. എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ സീറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ബോർഡ് കണ്ടില്ലേ, വെള്ളക്കാന്താരി. കുറേ പേർക്ക് അറിയാമായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു പിങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ഫുള്ള് അവിടുത്തെ ഫിഷിൻ്റെ വെറൈറ്റി ഐറ്റംസാണ്. ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും കയറി ഇരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫാമിലീസ് ആയതുകൊണ്ട് അവർ ഒന്നിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സീറ്റിനനുസരിച്ചല്ലേ അവർ ഇരിക്കുകയുള്ളൂ. അപ്പം നമ്മൾ 4 പേരായതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം സീറ്റ് കിട്ടി. ഞങ്ങൾ ഫിഷും കൂന്തളും അങ്ങനെയെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് ഒരു പണി കിട്ടി. ഡ്രസ്സൊന്നും ഫുള്ള് ഓയിലായിട്ടോ. കഴുകി നോക്കിയിട്ട് പോകുന്നൊന്നുമില്ല. ഇനി എന്താവുന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച ശേഷം അവിടെ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് ഇനി അടുത്ത റൂമിലോട്ടാണ് കേട്ടോ. ഫുഡ് കഴിച്ചതും ഷെസിനൊരു ഉറക്കമുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായ ശേഷം ഒരു 4 മണിക്കൊക്കെ പാർക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ പോകുന്ന JVK പാർക്ക് ഹോട്ടലിലോട്ടാണ്. ഓൺലൈനിൽ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഡയറക്റ്റ് പോകുന്ന റൂമിലോട്ട്. ഇവിടെ നമുക്ക് 9th ഫ്ലോറിലാണ് കേട്ടോ റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ മനസ്സിലുറപ്പിച്ചു അടിപൊളി വ്യൂ ആയിരിക്കുന്നത്. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റൂംസ് ആയിരുന്നു കേട്ടോ. കാരണം അതെന്ന് പറയുന്നത് ഫുള്ള് സിറ്റി വ്യൂ ആയിരുന്നു. ഫുള്ള് മെട്രോ, കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, കുറച്ച് സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നില്ല. കാം ആൻഡ് പീസ്ഫുള്ളായ റൂമായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ റൂമും തന്നെ അടിപൊളി, നല്ല ഡിഫറെൻ്റ് ആയിട്ട് അടിപൊളി വലിയൊരു റൂം തന്നെ ആയിരുന്നു കേട്ടോ. ഇത് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാവേ. കാണുമ്പോൾ സിറ്റി ആണെങ്കിലും സിറ്റിയിലോട്ട് കുറച്ച് ഉള്ളിലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. 2 സൈഡും കായലാണ്.
അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. പറയും 2 സൈഡും കായലായതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. എന്തായാലും നമ്മുടെ റൂമിൻ്റെ ബാത്റൂം ആയിരുന്നാലും ഭയങ്കര സ്പേസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബാത്റൂം തന്നെ ആയിരുന്നു. ഭയങ്കര നീറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം. സത്യം പറഞ്ഞാൽ ബാൽക്കണിയിൽ നിന്ന് കയറാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല, അത്രയും രസമുണ്ടായിരുന്നു കാണാൻ. കാരണം 9th ഫ്ലോറാണ് നമ്മൾ നിൽക്കുന്നത്. 11th ഫ്ലോർ വരെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. 11th ഫ്ലോറിലാണ് ഇനി പൂള് വരുന്നത്. അപ്പോൾ പൂളിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി കാണാം കേട്ടോ. അപ്പോൾ നമ്മളത് അതിനൊരു 4 മണിയായി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 4 മണിക്ക് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങായിരുന്നു. അത്യാവശ്യം ഒരു കുഞ്ഞു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ചാറ്റൽ മഴ. അടുത്ത നമ്മൾ പോകുന്നത് സുഭാഷ് പാർക്കിലോട്ടാണ്. പാർക്കിൽ പോയാൽ പിന്നെ 2 ആളിനെയും പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. ഭയങ്കര കളിയായിരിക്കും. ചെസ്സൂനും ഭയങ്കര പേടിയാണ്, കുഞ്ഞായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറുമ്പോഴൊക്കെ ഭയങ്കര ഒരു പേടിയാണ്. പക്ഷെ അവനിക്ക് ഒരു പേടിയില്ല. അവൻ താത്താൻ്റെ ഒപ്പം എൻജോയ് ചെയ്ത് അടിപൊളിയായി കളിക്കുമായിരുന്നു കേട്ടോ. അവനിക്ക് ഒരു പേടിയില്ല. അവൻ ഭയങ്കര എനർജറ്റിക് ആയിട്ട് അവൻ എല്ലാ കളിയിലും കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അവിടെ പോയി കുറേ നേരം ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു. കുറച്ച് നേരം നമ്മൾ കായലത്തെ കാഴ്ചകളൊക്കെ കുറേ കണ്ടിരുന്നു, ബോട്ട് വരുന്നതും അങ്ങനെ കുറേ കണ്ടിരുന്ന ശേഷം നമ്മൾ ചായ കുടിക്കാൻ പോയി. അവിടെ തന്നെയാണ് കേട്ടോ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെയും കുറേ നേരം അവർ കളിക്കണമെന്ന് വാശി പിടിച്ച് പിന്നെയും കൊണ്ടുപോയി കളിപ്പിച്ചു. പാർക്കിൽ പോയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. കളിക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് 2 ആൾക്കും. അങ്ങനെ ഒരുപാട് സമയമായി ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ നേരെ റൂമിൽ പോയിട്ട് ഉറങ്ങി. കുട്ടികളും ടയർഡായതുകൊണ്ട് തന്നെ അവരും പെട്ടെന്ന് തന്നെ ഉറങ്ങി. പിറ്റേ ദിവസം മോർണിംഗ് നേരത്തെ എണീറ്റ് നമ്മളെല്ലാവരും ഫ്രഷായി റെഡിയായി. ശശിന് എണീക്കാൻ വൈകിട്ടുണ്ടായിരുന്നു. എന്നാലും അവൻ എണീപ്പിച്ചു. കാരണം കൃത്യസമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ അത് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ നേരത്തെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെയും ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ എവിടെ ചെന്നാലും ഭൂരി ഇഷ്ടമുള്ളത് കൊണ്ട് അവർ ഭൂരി മാത്രമേ കഴിക്കുള്ളൂ. ഇവിടുത്തെ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ഐറ്റംസ്. ജ്യൂസും ഷെയ്ക്കും അതുപോലെ തന്നെ ബ്രെഡും ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ദോശ, ഉപ്മാവ്, ഭൂരി. ഞങ്ങൾ ഭൂരി തന്നെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പൂൾ ടൈമാണ് കേട്ടോ. പൂളിൽ എന്തായാലും ഈ ഒരു പൂൾ എന്ന് പറയുന്നത് 11th ഫ്ലോറാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വ്യൂ നിങ്ങൾ കണ്ടറിഞ്ഞോളൂ. ഒരുപാട് നേരം ഞങ്ങൾ പൂളിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പൂളിൽ നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സ്പേസ് കിട്ടിയ പോലെ തോന്നി. ഞങ്ങൾ ഒരുപാട് നേരം അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. ചെസ്സും ഫൈവും അതിവരുവോളം കളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ 2 ആൾക്കും കയറാൻ തന്നെ തോന്നില്ല. പക്ഷെ കയറ്റിയില്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കളിച്ചു. അവിടെ നിന്ന് പോയി റൂമിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. റൂമിൽ നിന്ന് റെഡിയായി, എല്ലാവരും റെഡിയായ ശേഷം അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. ഞാൻ പറഞ്ഞില്ല വെക്കേഷന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടുന്നത്. അപ്പോൾ ഇനി 2 ആഴ്ച ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും. ഇറങ്ങുന്നതിന് മുന്നേ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫയോട്ടിനെയും എന്നെയും ഷെസിനെയും എല്ലാവരും വെച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബൈ പറഞ്ഞിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയും അതുപോലെ സെക്കൻഡ് വീഡിയോയും എല്ലാവരും കാണാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതും കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ടാണ് നമ്മൾ നേരെ പാലക്കാട്ടിലോട്ട് തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാണുന്ന എല്ലാവരും മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.